السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. وإذ قال عيسى بن مريم يا بني إسرائيل إني رسول الله إليكم مصدقا لما بين يدي من التوراة ومبشرا برسول يأتي من بعد اسمه أحمد فلما جاءهم بالبينات قالوا هذا سحر مبين. ബഹുമാന ആദരവുള്ള ഒന്നരായ പൂക്കോയ തങ്ങൾ, ഷുഐബ് തങ്ങൾ, ഹക്കീം തങ്ങൾ തുടങ്ങി മഹത്തുക്കളായ സാദാത്തുക്കളെ, പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, UAE സുന്നി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ചുകൊണ്ട് വിപുലമായ മൗലിദ് സദസ്സ് സംഘടിപ്പിക്കണമെന്ന ആഗ്രഹം നമ്മുടെ നേതൃത്വത്തിനുണ്ടാവുകയും അതിനുള്ള കാൽവെപ്പുകൾ നടത്തുകയും ചെയ്തപ്പോൾ നമ്മുടെ സമൂഹം അതങ്ങോട്ട് ഏറ്റെടുക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്, നമ്മുടെ പ്രവർത്തകർ സജീവമായി പ്രവർത്തിച്ചു. ഇന്ന് ഇൻഷാ അല്ലാഹ് അത് ഏറ്റവും ഭംഗിയായി നമ്മുടെ ചരിത്രത്തിലെ പുതിയൊരു നാഴികക്കല്ലായി ഇവിടെ അത് നടക്കാൻ പോവുകയാണ്. അതിൻ്റെ മുൻപ് നബിദിന ആഘോഷമാണ് നമ്മൾ നടത്തുന്നത്. എല്ലാ വർഷവും മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിൽ സന്തോഷിക്കുകയും അത് പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യും. വേറെ ചില ആളുകൾ റബീഉൽ അവ്വൽ മാസം കഴിയുന്നത് വരെ കരഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഓരോരുത്തരും അവരവർക്ക് യോജിച്ച ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രാമാണികതയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നബിദിന ആഘോഷത്തിന് പ്രമാണമുണ്ടോ, ദീനിൽ അടിസ്ഥാനമുണ്ടോ എന്നതാണ് ഇക്കൂട്ടർക്കൊക്കെ ബോധ്യപ്പെടേണ്ടത്. വാസ്തവത്തിൽ ഇസ്ലാമിൽ ഒരു കാര്യത്തിന് അടിസ്ഥാനമുണ്ടാവുക, എന്നാൽ എന്താണ്, എങ്ങനെയാണ് അതുണ്ടാവുന്നത് എന്നതിനെക്കുറിച്ച് ആഴത്തിൽ കൃത്യമായി പഠിക്കുമ്പോഴാണ് നബിദിനാഘോഷത്തിന് അടിസ്ഥാനമുണ്ടോ, ഉണ്ടെങ്കിൽ എങ്ങനെയാണ്, എന്താണ് എന്ന തിരിച്ചറിവുണ്ടാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വിദാഇൽ വെച്ചുകൊണ്ട് തങ്ങൾക്ക് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടു. അതിനുശേഷം ഇനി ദീനിലൊന്നും കൂടാനില്ല, കുറയാനും ഇല്ല. ഇത് നമുക്കൊക്കെ ബോധ്യമുള്ളൊരു വസ്തുതയാണ്, അതിലാർക്കും തർക്കവും ഇല്ല. എന്നാൽ ദീനിനെ പൂർത്തീകരിച്ച് തന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ആ പറഞ്ഞത്? എന്താണ് ദീൻ പൂർത്തീകരിച്ചു തന്നു എന്ന് പറഞ്ഞാൽ? ഇനി ഒരു പ്രവാചകൻ ഇവിടെ വരാനില്ല, ഖിയാമത്ത് നാൾ വരെ ഇവിടെ വരുന്ന സർവ്വ ജനങ്ങൾക്കുമുള്ള ആവശ്യമായ നിയമങ്ങളും സർവവും ഈ ദീനിൽ അന്ന് പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും കൃത്യമായും വ്യക്തമായും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പം നിലവിലുള്ള ഖുർആനൊന്നും മതിയാവില്ല. ഇവിടെ വരാൻ പോകുന്ന ഓരോ കാര്യങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ അവസാനിക്കുകയില്ല. എന്താണ് ആ പറഞ്ഞത്? അത് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അതേ സംബന്ധിച്ച് വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതൊന്നും അങ്ങോട്ട് പഠിച്ചാൽ മതി. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി എന്ന് പറഞ്ഞാൽ എന്താണത്? ഔ ബിത്തൻസീസി അലാ ഖവാഇദിൽ അഖായിദി വത്തൗഖീഫി അലാ ഉസൂലി ശറാഇ വഖവാനീനിൽ ഇജ്തിഹാദ്, അതാണ് ആ പറഞ്ഞത്. അത് എല്ലാ മുഫസ്സിരീങ്ങളും കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങൾ
എന്താണ്, എങ്ങനെയായിരിക്കണം, അതിൽ യാതൊരു അവ്യക്തതയുമില്ലാതെ കൃത്യം വ്യക്തവുമായി നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. അതിലിനി തർക്കത്തിന് വശമില്ല, വഴിയില്ല. ഇടയ്ക്കിടെ തൗഹീദ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാനുള്ള വകയില്ല. അത് ആദം അലൈഹിസ്സലാം മുതൽക്ക് എന്താണോ പഠിപ്പിക്കപ്പെട്ടത് അത് തന്നെയാണ് എന്നും തൗഹീദ്. അങ്ങനെ തുടങ്ങി അടിസ്ഥാനപരമായ ആരാധനാ കർമ്മങ്ങൾ അതൊക്കെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ആരാധനാ കർമ്മങ്ങൾ. അതിൻ്റെ പുറമെ ഇവിടെ ഖിയാമത്ത് നാൾ വരെ ആവശ്യമായി വരുന്ന നിയമങ്ങൾ, അത് കണ്ടെടുക്കാൻ ആവശ്യമായ അടിസ്ഥാന തത്വങ്ങളെ, അടിസ്ഥാന നിയമങ്ങളെ അതാ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ആ നിയമങ്ങളിലൂടെ ആ വിഷയങ്ങൾക്കുള്ള വിധി കണ്ടെത്താൻ കഴിയും. അതിന് യോഗ്യരായ ആളുകൾക്ക് സാധിക്കും. ഈ അടിസ്ഥാന നിയമങ്ങളെ സംബന്ധിച്ചാണ് ഉസൂലുൽ ഫിഖ്, ഉസൂൽ എന്ന് നമ്മൾ പറയുന്നത്. വളരെ പ്രഗത്ഭരായ, സമൂഹം കണ്ടിട്ടുള്ള അതിപ്രധാനികളായ ധാരാളം പണ്ഡിതന്മാർ, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയുള്ള വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ വളരെ ആഴത്തിൽ ചർച്ച ചെയ്യുകയും ഗഹനമായ പഠനം നടത്തുകയും ആധികാരികമായ ഗ്രന്ഥരചനകൾ നടത്തിയ വിഷയമാണ് ഉസൂലുൽ ഫിഖ്. അത് അതേ സംബന്ധിച്ച് പഠിച്ച ആളുകൾക്കറിയാം. ആ നിലക്കുള്ള ആഴത്തിലിറങ്ങിയ ഗഹനമായ ഒരു വിഷയമാണ് ഉസൂലുൽ ഫിഖ്. അതിനെ സംബന്ധിച്ച് യോഗ്യരായ പണ്ഡിതന്മാരുടെ മുന്നിലിരുന്ന് ആധികാരികമായ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും കൊണ്ട് ആ ഉസൂലിൻ്റെ വിഷയങ്ങളെ മനസ്സിലാക്കുമ്പോഴാണ് ദീനിൽ ഒരു കാര്യത്തിന് അടിസ്ഥാനമുണ്ടാവുക എന്നാൽ എന്താണ്, എങ്ങനെയാണ് എന്ന തിരിച്ചറിവുണ്ടാകുന്നത്. ആ നിലക്ക് ആഴത്തിൽ ദീനിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ മനസ്സിലാക്കിയിട്ടില്ലാത്ത വിവരദോഷികളായ ആളുകൾ ദീൻ പ്രസംഗിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അവർക്ക് ദീനിൽ അടിസ്ഥാനമുണ്ടാവുക എന്നാൽ എന്താണ്, എന്തല്ല എന്ന തിരിച്ചറിവില്ലാത്തതിൻ്റെ പേരിൽ അവർക്ക് അടിസ്ഥാനമെന്നാൽ എന്താണ് എന്ന് പുതിയ ചില മാനദണ്ഡങ്ങളെ എഴുന്നള്ളിക്കേണ്ടി വന്നു. അത് അവരുണ്ടാക്കിയതാണ്. അതെന്താണ്? അത് കൂടുതലൊന്നുമില്ല. താൻ വായിച്ച പരിഭാഷയിൽ കണ്ടിരിക്കണം, ഞാൻ വായിച്ച പരിഭാഷയിൽ കണ്ടിരിക്കണം. പരിഭാഷാജീവികളായി ഗൂഗിൾ കിതാബിലുണ്ടോ, അതല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് എഴുതി കിട്ടുന്ന കുറിപ്പിലും ചീട്ടിലുമുണ്ടോ? ഇതാണ് അടിസ്ഥാനം. അതല്ല അടിസ്ഥാനം. ആ നിലക്ക് തങ്ങൾ നിർമ്മിച്ചെടുത്ത അടിസ്ഥാനത്തിൽ കണ്ടോ ഇല്ലയോ, ഇതാണ് മാനദണ്ഡം. വിവരമില്ലാത്തവർ ദീൻ കൈകാര്യം ചെയ്താൽ കാര്യങ്ങൾ ഇങ്ങനെയിരിക്കും. ഒരു കാര്യത്തിന് ദീനിൽ അടിസ്ഥാനമുണ്ടാവുക എന്നതിന് ചില കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ആ നിലക്ക് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന നബിദിനാഘോഷം അത് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു കാര്യം തുടക്കത്തിൽ തന്നെ ഞാൻ പറയട്ടെ. ഇന്ന് മൗലിദിനെ നിഷേധിക്കുന്ന ആളുകളിൽ ആധികാരികമായ ഉസൂലിൻ്റെ ഗ്രന്ഥങ്ങൾ പ്രഗത്ഭരായ ഇരുത്തം വന്ന പണ്ഡിതന്മാരുടെ മുന്നിലിരുന്ന് ഓതിപ്പടിച്ച ഒറ്റ ഒരുത്തൻ ഒരാൾ അക്കൂട്ടത്തിലുണ്ടെങ്കിൽ കാണാൻ നാം ആഗ്രഹിക്കുന്നു. നബിദിനാഘോഷം പരിശുദ്ധ ഖുർആൻ പൂർത്തീകരിച്ചു തന്നു എന്ന് പറഞ്ഞ ആ ഉസൂലിൻ്റെ നിയമങ്ങൾ, ആ നിയമങ്ങളുടെ മുന്നിലിരുന്നു കൊണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയും കൊണ്ട് നബിദിനാഘോഷം ദീനിൽ അടിസ്ഥാനമില്ലാത്തതാണെന്ന് തെളിയിക്കാൻ ത്രാണിത്തമുള്ള ഒരാളുണ്ടെങ്കിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു ആ മാന്യനെ ഒന്ന് കാണാൻ. സാധ്യമല്ല. ഉണ്ടെങ്കിൽ നമ്മൾ അതിനാദ്യമായി അവരെ ക്ഷണിക്കുകയാണ്. രണ്ടാമതായി പറയാനുള്ളത്, നബിദിനാഘോഷത്തിലുള്ള തർക്കവും ചർച്ചയും ഒക്കെ ഇപ്പൊ ഇന്നലെ തുടങ്ങിയതാ. ഇതിലൊന്നും ആർക്കും ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല.
എല്ലാവരും ഭംഗിയായി കൃത്യമായി റബീഉൽ അവ്വൽ മാസത്തിൽ നബിദിനം ആഘോഷിച്ചവരായിരുന്നു. പഴയകാല അറബി മലയാളത്തിലൊക്കെ ഇറക്കിയിട്ടുള്ള ധാരാളം മാസികകളുണ്ട് ഇക്കൂട്ടർക്ക്. അതൊക്കെ പരിശോധിച്ചാൽ നാം ഇന്ന് പറയുന്നതിനേക്കാളൊക്കെ ഭംഗിയായി പറയുകയും എഴുതിയതൊക്കെ നമുക്കതിലൊക്കെ കാണാം. റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ മുസ്ലിങ്ങളായ നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷവും ആഹ്ലാദവും ഉണ്ടായിത്തീരുന്നു. ഇതിനുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ച് നടക്കേണ്ടതില്ല. ലോകഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്നത് തന്നെയാണ് അതിൻ്റെ കാരണം. ആ മഹാപുരുഷനെ സംബന്ധിച്ചറിയുന്ന ഒരാൾക്ക് റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ സന്തോഷിക്കാതെ നിർവാഹമില്ല. ഇതൊന്നും നമ്മുടെ മാസികകളിലുള്ളതല്ല എന്ന് മൗലിദ് നിഷേധികൾ പണ്ടെഴുതി വെച്ച ചില വരികളുടെ ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞതൊക്കെ. അങ്ങനെ എത്രയോ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, അടിസ്ഥാനമില്ലെന്ന് എന്ന് പറഞ്ഞ് നടക്കുന്നവരോട് ചോദിക്കട്ടെ, ഇന്നുള്ള ഖുർആനും സുന്നത്തും തന്നെയല്ലേ അന്നുള്ളത്? അന്നുള്ള ഖുർആനും സുന്നത്തും ഇന്നുമുണ്ടല്ലോ. അന്ന് നിങ്ങൾ ഏറ്റവും പ്രഗത്ഭരും യോഗ്യരുമായ മാതൃകായോഗ്യരായി നിങ്ങൾ കണക്കാക്കുന്ന നിങ്ങളുടെ മുൻഗാമികളായ പണ്ഡിതന്മാരെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്നവർ, അവർ കണ്ടെത്തിയ അടിസ്ഥാനം, ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അവരൊക്കെ മൗലിദാഘോഷം നടത്തി. ആ അടിസ്ഥാനം കാണാനുള്ള കണ്ണ് നിങ്ങൾക്കില്ലാതെ പോയതോ? അതല്ല അവരൊക്കെയും അന്ന് വിവരക്കേട് വിളമ്പിയതോ? അതുമല്ലെങ്കിൽ ആ കഴിഞ്ഞുപോയ നിങ്ങളുടെ മുൻഗാമികൾ ബിദ്അത്ത് ചെയ്തവൻ നരകത്തിലാണെന്ന് ഹദീസ് ഓതി മുസ്ലിം ഉമ്മത്തിന് നേരെ കൊഞ്ഞനം കുത്തുമ്പോ ഒരു കാര്യം ചോദിക്കട്ടെ, ഭംഗിയായി മൗലിദാഘോഷം നടത്തി കടന്നുപോയ നിങ്ങളുടെ മുൻഗാമികൾ എവിടേക്കാണ് പോയിട്ടുള്ളത്? അവരെവിടെയാണ് കൊണ്ടുവച്ചിട്ടുള്ളത് എന്ന് കൂടി സമൂഹത്തോട് നിങ്ങൾ പറയണം. മൂന്നാമതായി പറയാനുള്ളത് നമ്മുടെ അടിസ്ഥാനത്തെ സംബന്ധിച്ചാണ്. നബിദിനാഘോഷത്തിന് അടിസ്ഥാനമുണ്ടോ? എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിത് പ്രവർത്തിക്കുന്നു? അത് നാം പരിശോധിക്കുമ്പോൾ ഈ ബിദ്അത്ത് ആരോപണത്തിൻ്റെ തനി നിറം നമുക്ക് ബോധ്യപ്പെടും. മൗലിദാഘോഷത്തിൻ്റെ പ്രാമാണികതയിലേക്ക് നാം വരുമ്പോൾ ധാരാളം അടിസ്ഥാനപരമായ തെളിവുകൾ നമുക്കതിൽ ഉദ്ധരിക്കാനുണ്ട്. പലപ്പോഴും നമ്മളതൊക്കെ പലതും പറഞ്ഞതും തന്നെയാണ്. ആദ്യമായൊരു കാര്യം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സന്തോഷ പ്രകടനമാണ് നമ്മൾ നടത്തുന്നത്. അടിസ്ഥാനപരമായതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന നിഅമത്താണ്, ഏറ്റവും വലിയ നിഅമത്താണ്. ആ നിഅമത്തിൻ്റെ അനുയായികളിൽപ്പെട്ട ഒരംഗമാവാൻ നമുക്ക് സാധിച്ചു അല്ലാഹുവിൻ്റെ ഫضل കൊണ്ട്. അതിനുള്ള ശുക്ർ, അല്ലാഹുവിന് ശുക്ർ അർപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ മൗലിദാഘോഷം എന്ന് പറഞ്ഞാൽ. അതിൻ്റെ പേരിലാണ് നമ്മുടെ സർവ്വസന്തോഷവും. ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാം, കഴിഞ്ഞുപോയ അമ്പിയാക്കൾ, വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി, നൂറ്റാണ്ടുകൾക്ക് ശേഷം അഹ്മദ് എന്ന് പേരുള്ള ഒരു പ്രവാചകൻ വരാൻ പോവുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം അഹ്മദ് എന്ന് പേരുള്ള പ്രവാചകൻ ജനിക്കാൻ പോകുന്നു എന്ന വാർത്ത കേട്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്നാണ് ഈസാ അലൈഹിസ്സലാം അവരുടെ ജനതയോട് പറഞ്ഞത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. നൂറ്റാണ്ടുകൾക്ക് ശേഷം പ്രവാചകൻ ജനിക്കാൻ പോകുന്നു എന്ന വാർത്ത പോലും കഴിഞ്ഞ സമൂഹത്തിന് സന്തോഷം പ്രകടിപ്പിക്കാനുള്ള വാർത്തയാണെന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകൻ വന്നിരിക്കുന്നു. ആ നിഅമത്ത് നമുക്ക് നാം നേടിയിരിക്കുന്നു. ആ പ്രവാചകന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരംഗമാവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകിയിരിക്കുന്നു. അതിൻ്റെ പേരിൽ നമുക്ക് സന്തോഷം പ്രകടിപ്പിക്കാൻ വകയില്ലേ? തീർച്ചയായും ഉണ്ട്. അതൊരു നിഅമത്തായി കാണുന്നുവെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വലിയ അനുഗ്രഹം കൊണ്ടാണ് നമുക്കതിന് തൗഫീക്ക് നൽകിയത്. അതിൻ്റെ മഹത്വം, അതിൻ്റെ വലിപ്പം നാം കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും ആ നിഅമത്തിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച് നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പലയിടങ്ങളിലും പറയുന്നത് കാണാൻ കഴിയും. അക്കൂട്ടത്തിൽ ഒരു സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞു, സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, ആ ഖിബലയെ
ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് കഅബയിലേക്ക് മാറ്റിയ വിഷയം പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, വലിയുതിമ്മ നിഅമതി അലൈക്കും വലഅല്ലക്കും തഹ്തദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബയെ ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് കഅബയിലേക്ക് ഖിബല മാറ്റി തന്നത് വലിയുതിമ്മ നിഅമതി അലൈക്കും, എൻ്റെ നിഅമത്തിനെ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തരികയാണ്. പിന്നെന്താ പറഞ്ഞത്? കമാ അർസൽനാ ഫീകും റസൂലൻ മിൻകും യത്ലു അലൈക്കും ആയാതിനാ വയുസക്കിക്കും വയുഅല്ലിമുകുമുൽ കിതാബ വൽ ഹിക്മ വയുഅല്ലിമുകും മാ ലം തകൂനു തഅലമൂൻ. ഏതുപോലെ ഖിബല മാറ്റി തന്നത് അല്ലാഹുവിൻ്റെ നിഅമത്തിനെ പൂർത്തീകരിച്ചു തന്നതാണ്. ഏതുപോലെ നിങ്ങൾക്കിടയിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയുന്ന ബോധ്യമുള്ള ഒരു മഹാമനുഷ്യന് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കിതാബിനെ പഠിപ്പിക്കാൻ, അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരാൻ, അവൻ നൽകിയ വൈജ്ഞാനിക തത്വങ്ങളെ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളെ നിങ്ങളെ പഠിപ്പിക്കാൻ, നിങ്ങൾക്ക് ആത്മീയമായ സംസ്കരണം നൽകാൻ, അങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫളായിലുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രവാചകനെ നിങ്ങൾക്ക് നാം ഇതാ നൽകിയത് നമ്മുടെ നിയമത്തിനെ പൂർത്തീകരിച്ചു തന്നിരിക്കുകയാണ്. നമ്മുടെ നിയമത്തിനെ പൂർത്തീകരിച്ചു തന്നിരിക്കുകയാണ്. ആ നിയമത്തിനെ സംബന്ധിച്ച് കൃത്യമായി നിങ്ങൾ തിരിച്ചറിവുള്ളവരായിരിക്കണം. ഫദ്കുറൂനി യദ്കുർകും വഷ്കുറൂ ലീ വലാ തക്ഫുറൂൻ. അതുകൊണ്ട് ആ നിഅമത്തിന് ശുക്റായി എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ അതിന് പകരമായി അല്ലാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാഹുവിന് ശുക്റാകുന്ന നിങ്ങൾക്ക് കഴിയുന്നതെന്തും ചെയ്തുകൊണ്ട് ആ നിഅമത്തിനെ നിങ്ങൾ സ്വീകരിച്ചു കൊള്ളണമെന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, നേരത്തെ ഞാൻ പറഞ്ഞു വെച്ച അടിസ്ഥാന നിയമങ്ങൾ, ഉസൂലിൻ്റെ നിയമങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം. ഫദ്കുറൂനി യദ്കുർകും, എനിക്ക് ദിക്റാവുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെയും നിങ്ങൾ നിർവഹിക്കണമെന്നാണ് പറഞ്ഞത്. വഷ്കുറൂലി, അല്ലാഹുവിന് ശുക്റാവുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെയും നിർവഹിക്കണമെന്നാണ് പറഞ്ഞത്. ഇവിടെ നിശ്ചിതമായ ഒരു കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ശുക്ർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ നിശ്ചിത സമയം നിശ്ചയിച്ചുകൊണ്ട് ആ സമയത്ത് നിർവഹിക്കണം എന്നും പറഞ്ഞിട്ടില്ല. അഥവാ ഉസൂലിൻ്റെ നിയമപ്രകാരം മുത്തലക്കായ അമ്ര കൽപ്പന എന്നതിനെ സംബന്ധിച്ച് പറയും. അമ്രുൻ മുത്തലക്കുൻ ഫദ്കുറൂനി മുത്തലക്കായ അമ്രാൻ വഷ്കുറു മുത്തലക്കായ അമ്രാൻ കൽപ്പനയാണ്. ഇത് പ്രകാരം അള്ളാഹു പ്രത്യേകമായ ഉപാധികൾ നിശ്ചയിക്കാതെ പ്രത്യേക മാനദണ്ഡങ്ങളൊന്നും നിശ്ചയിക്കാതെ അള്ളാഹു ശുക്റാകുന്ന എന്തും പ്രവർത്തിക്കണമെന്നാണ് പറഞ്ഞത്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ശുക്റാകാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാസത്തെയോ ഏതെങ്കിലും ഒരു ദിവസത്തെയോ മാറ്റി നിർത്തി ആ ദിവസത്തേക്കോ ആ മാസത്തേക്കോ ഈ ആയത്ത് ബാധകമല്ല എന്ന് പറയാൻ ഒരാൾക്കും അധികാരമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ നിഅമത്ത്, ആ നിഅമത്തിന് അല്ലാഹുവിന് ശുക്ർ ചെയ്യണം. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരെന്ത് എപ്പോൾ പ്രവർത്തിച്ചാലും അല്ലാഹുവിന് ശുക്റാവുന്ന, അവനെ ഓർമ്മിപ്പിക്കുന്ന എന്തൊരു കാര്യവും അത് എപ്പോൾ തന്നെ പ്രവർത്തിച്ചാലും ഈ ആയത്തിൻ്റെ കൽപ്പനയുടെ പരിധിയിൽ വരുന്നതാണ്, കരുതിക്ക് പുറത്തല്ല. അതുകൊണ്ട് റബീഉൽ അവ്വൽ മാസം പിറക്കുന്നതോടുകൂടി ഈ ആയത്ത് നിർവീര്യമായി. അങ്ങനെ റബീഉൽ അവ്വൽ അങ്ങനെ കഴിഞ്ഞു, 30 കഴിയുമ്പോൾ വീണ്ടും സജീവമായി. അങ്ങനെ ഒരു ദീനും അടിസ്ഥാനവും ഇസ്ലാമിലില്ല. ഏത് സമയത്ത് പ്രവർത്തിച്ചാലും ഏത് ദിവസം പ്രവർത്തിച്ചാലും ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിൻ്റെ കൃത്യമായ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന കാര്യം അത് അടിസ്ഥാനമില്ലാത്തതെന്നോ അനാചാരമെന്നോ പറയുന്നത് ഖുർആനിന് നേരെ കൊഞ്ഞനം കുത്തലാണ്.
തിരിച്ചാണ് പറയാൻ. ഏതെങ്കിലും ഒരു സമയത്ത്, ഏതെങ്കിലും ഒരു മാസത്തിൽ, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അവരാണത് തെളിയിക്കേണ്ടത്. ഉദാഹരണമായി പറഞ്ഞാൽ, ഇബാദത്തുകൾ രണ്ട് തരമുണ്ട്, നമുക്കറിയാം. ചില ഇബാദത്തുകൾ ചില സമയം കൊണ്ട്, ചില സ്ഥലങ്ങളെ കൊണ്ട്, ചില രൂപങ്ങളെ കൊണ്ട് പരിമിതപ്പെടുത്തപ്പെട്ടതാണ്. അതങ്ങനെ തന്നെ ചെയ്തു കൊള്ളണം. മറ്റ് ചില ഇബാദത്തുകൾ അങ്ങനെ പരിമിതികളില്ല. ഇപ്പോൾ സ്വലാത്ത് ചൊല്ലുക, ദിക്ർ ചൊല്ലുക, ഖുർആൻ ഓതുക, അതൊക്കെ എപ്പോഴും എത്രയും ചെയ്യാം. മുത്തലക്കായ സുന്നത്ത് നമസ്കാരങ്ങൾ എത്രയും നമസ്കരിക്കാം. വെറുതെ സുന്നത്ത് നോമ്പ് എപ്പോഴും നോമ്പെടുക്കാം. അതിനൊന്നും ഒരു പരിധിയില്ല. എന്നാൽ ചില ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ പാടില്ല, അല്ലേ? ചില ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പെടുക്കാൻ പാടില്ല. എന്തേ? അത് വേറെ അവിടെ സ്ഥിരപ്പെട്ടു. പെരുന്നാൾ ദിവസത്തിൽ അയ്യാമു തശ്രീക്കിൽ നോമ്പെടുക്കാൻ പാടില്ല, അത് വേറെ സ്ഥിരപ്പെട്ടു. മുത്തലക്കായ സുന്നത്ത് നമസ്കാരം എത്രയും നമസ്കരിക്കാം. എന്നാൽ ചില സമയങ്ങളിൽ മുത്തലക്കായ സുന്നത്ത് നമസ്കരിക്കാൻ പാടില്ല, അത് വേറെ വിരോധന അവിടെ വന്നു. അതല്ലെങ്കിൽ വൃത്തിഹീനമായ സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് ഖുർആൻ ഓതാൻ പാടില്ല, അത് വേറെ സ്ഥിരപ്പെട്ടു. അത് മാറ്റിവെച്ചാൽ ബാക്കി എപ്പോൾ തന്നെ ഒരാൾ സുന്നത്ത് നമസ്കരിച്ചാലും എപ്പോൾ തന്നെ ആരെടുത്ത് നോമ്പെടുത്താലും അതൊക്കെയും മുത്തലക്കായ ഇബാദത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അത് ഇബാദത്താണ്, പുണ്യകർമ്മമാണ്. അതുകൊണ്ട് നാം ചെയ്തു വരുന്ന ഈ സൽക്കർമ്മങ്ങൾ, ആ സൽക്കർമ്മങ്ങൾ അടിസ്ഥാനപരമായി സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ്. അത് നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള കൽപ്പനയുടെ അടിസ്ഥാനങ്ങളിലാണ്. അത് റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ മാത്രം അത് അനാചാരമാകുന്നു എന്നാരെങ്കിലും പറയുന്നുവെങ്കിൽ അത് അവർ വേറെ തെളിവുകളെ കൊണ്ട് സ്ഥിരപ്പെടുത്തണം. സാധ്യമല്ല. ഇത് അടിസ്ഥാന നിയമമാണ്. ഇതിനെ ഉസൂലിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഇതിനെ ഖണ്ഡിക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ നാം അവരെ സ്വാഗതം ചെയ്യുന്നു. സാധ്യമല്ല. ഈ ചർച്ച ഒന്നും ഇല്ലേനു. ഇത്തരത്തിലുള്ള ചർച്ചൊന്നും അവിടെ ഇല്ല. അവിടെ കണ്ണടച്ചുകൊണ്ട് കാടടച്ചുകൊണ്ട് വെടിവെക്കുക. ആർക്ക് നേരെയാണ് വെടിവെക്കുന്നതെന്നൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ ബിദ്അത്ത് ആരോപണം? എന്താണ് ഈ ബിദ്അത്ത്? കൃത്യമായി പറയൂ. നബിദിനാഘോഷത്തിൽ നാം ചെയ്തു വരുന്ന കാര്യങ്ങളുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നിഅമത്തിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അർപ്പിക്കുന്ന ശുക്രാണ്. അതിന് വിവിധങ്ങളായ രൂപങ്ങളുണ്ട്. കാലോചിതമായ രൂപങ്ങളും ഭാവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അടിസ്ഥാനപരമായി നാം ചെയ്തു വരുന്ന ഒരു കാര്യം, നബിദിനമാഘോഷമെന്ന നിലക്ക് നാം ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരെണ്ണം ദീനിൽ അടിസ്ഥാനമില്ലാത്തതാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? കണ്ണടച്ച് ബിദ്അത്താണ്, അനാചാരമാണ്, തെളിവില്ലെന്ന് പറഞ്ഞതുകൊണ്ടായില്ല. നാം ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നും ഇൻഷാ അല്ലാഹ് സമയത്തിനനുസരിച്ച് കൃത്യമായി ഞാൻ പറയും. അതതിൻ്റെ അടിസ്ഥാനങ്ങൾ ഞാൻ പറയും. അതിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് അടിസ്ഥാനമില്ലാത്തതാണ്, അനാചാരമാണെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ഇല്ല. ഇന്നേവരെ അത് ചെയ്തിട്ടില്ല. ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാത്ത പൊതുജനങ്ങളുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് 3 നൂറ്റാണ്ടിൻ്റെ കഥ പറഞ്ഞത് കൊണ്ടായില്ല. അടിസ്ഥാനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് കൃത്യമായി പറയാൻ സാധിക്കുമോ? അതാണ് നമുക്കറിയേണ്ടത്. മഹാന്മാരായ മുഫസ്സിരീങ്ങളൊക്കെയും ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തിനെ ഈ നിലക്ക് വിശദീകരിച്ചത് കാണാൻ കഴിയും. വലിഹാദാ നദബല്ലാഹുൽ മുഅ്മിനീന ഇലൽ ഇഅ്തിറാഫി ബിനിഅമതി ബിതിൽക നിഅമതി വൽ മുഖാബലതിഹാ ബിശുക്രിഹി വദിക്രിഹി. ആ നിഅമത്തിനെ കൃത്യമായി തിരിച്ചറിയുകയും അതിന് പകരമായി അല്ലാഹുവിന് ദിക്റാകുന്ന, അല്ലാഹുവിന് ശുക്റാകുന്ന എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെയും ചെയ്യണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ വദമ്മ മൻ ലം യഅരിഫ് ഖദ്റ ഹാദിഹി നിഅമ, ഈ നിഅമത്ത് വലിയ നിഅമത്താണ്. അതാണ് ഏറ്റവും വലിയ നിഅമത്ത്. ആ നിഅമത്തിൻ്റെ ഖദ്ർ, അതിൻ്റെ മഹത്വം, വലിപ്പം തിരിച്ചറിയാത്തവരെ അല്ലാഹു നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്. അലം തറ ഇലല്ലദീന
ബദ്ദലൂ നിഅമത്തല്ലാഹി കുഫ്റാ. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന വലിയ ഒരു നിഅമത്ത് അള്ളാഹു നൽകിയിട്ട് അത് തിരിച്ചറിയാതെ, അതിനെ വേണ്ടതുപോലെ പരിഗണിക്കാതെ, അതിനെ അംഗീകരിക്കാതെ മാറ്റിമറിച്ചവരെ കാണുന്നില്ല നബിയേ. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ നിഅമത്തിന് ശുക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ശുക്റാവുന്ന എന്തൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാം. എന്തും ചെയ്യാൻ പറ്റും, എന്തും ചെയ്യാൻ സാധിക്കും. അതിന് നിശ്ചിത പരിമിതിയൊന്നും അല്ലാഹു തആല അവിടെ നിശ്ചയിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള ഈ നിഅമത്തിന്റെ മഹത്വങ്ങളെ പറയണം. വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന് പറഞ്ഞത് അതല്ലേ? ഏതാണ് ആ നിഅമത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവുന്ന നിഅമത്തിന്റെ മഹത്വം പറയണം. അത് റബീഉൽ അവ്വൽ മാസത്തിൽ പറഞ്ഞാൽ മാത്രം ഈ ആയത്തിന് ബാധകമല്ലെന്ന് പറയാനൊക്കോ? ബിദ്അത്ത് ആരോപിക്കണമെങ്കിൽ അത് വേണ്ടേ? ബിദ്അത്ത് ആരോപിക്കണമെങ്കിൽ ഈ ആയത്തിന്റെ പരിധിക്ക് അത് പുറത്താണെന്ന് തെളിയിക്കണം. സാധിക്കുമോ? സാധ്യമല്ല. എങ്കിൽ വർഷത്തിലുടനീളം നാം ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. നമുക്ക് റബീഉൽ അവ്വൽ മാസത്തിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ എന്നുള്ള നിലപാടുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. സാധാരണ നമ്മളിതൊക്കെ ചെയ്യാറില്ലേ? സാധിക്കുന്ന വിധത്തിലൊക്കെ ചെയ്യാറുണ്ട്, ഇല്ലേ? ഉണ്ട്. പിന്നെ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? റബീഉൽ അവ്വൽ മാസത്തിന് ഒരു പവിത്രതയുണ്ട്. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്ന് തന്നെ. അതൊരു ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. അത് ഞാനോ മറ്റാരെങ്കിലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ ചരിത്രം അവിടെ ഇല്ലാണ്ടാവോ? അതൊരു യഥാർത്ഥമാണ്. ഞാനത് അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ ചരിത്രം അവിടെ തിരുത്തപ്പെടുകയില്ല. അത് റബീഉൽ അവ്വൽ 12-നാണോ പ്രസിദ്ധമായിട്ടുള്ളത്? 12-നാണ് എന്നതാണ് ഇബ്നു കസീറും മറ്റും പറഞ്ഞിട്ടുള്ളത്. മുസ്ലിമീങ്ങൾ അങ്ങനെയാണ് അംഗീകരിച്ചു വരുന്നത്. അപ്പോൾ റബീഉൽ അവ്വൽ മാസത്തിനൊരു പവിത്രത ഉണ്ട്. അതെന്താ? അത് ചരിത്രപരമാണ്. അതിനെ നാം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതവിടെ ഉള്ളൊരു കാര്യം തന്നെയാണ്, തീർച്ചയാണ്. പിന്നെ എന്താ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ്, അല്ലെങ്കിൽ 12-നാണ് എന്ന നിലക്ക് ആ ദിവസത്തിൽ അല്ലെങ്കിൽ ആ മാസത്തിൽ നാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും കൂടുതലായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എവിടെയാ ബിദ്അത്ത് കടന്നു വന്നത്? ബിദ്അത്ത് എവിടെ നിന്ന് വന്നു? കൂടുതലായത് കൊണ്ടാണോ ബിദ്അത്ത് ആയത്? അങ്ങനെയുണ്ടോ? കൂടുതലായത് കൊണ്ടാണോ ബിദ്അത്ത് ആയത്? എന്നാൽ ഈ കൂടുതലാവുന്നതിൻ്റെ പരിധി എത്രയെന്ന് പറയണം. എപ്പോഴാണ് അത് കൂടുതലാവൽ? ബിദ്അത്തിൻ്റെ പരിധിയിലേക്ക് കടക്കുന്ന നിലക്ക് കൂടുതലാവൽ. എന്താണ് ഈ ബിദ്അത്ത് ആരോപണത്തിൻ്റെ അടിസ്ഥാനം? എന്താണ്? എന്തിൻ്റെ പേരിലാണ് ഈ ആരോപണം? വളരെ കൃത്യമായി നാം ചെയ്തു വരുന്ന കാര്യങ്ങളൊക്കെയും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് സ്വഹാബത്ത് മുതൽക്ക് നമുക്ക് ബോധ്യമുള്ള, നമുക്ക് പഠിപ്പിക്കപ്പെട്ട, കൃത്യമായി സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ് നാം ചെയ്തു വരുന്നതൊക്കെയും. എന്താ ആദ്യമായി ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നിഅമത്തിൻ്റെ മഹത്വങ്ങൾ, അതിൻ്റെ മദ്ഹുകൾ, അതിൻ്റെ പ്രകീർത്തനങ്ങൾ നാം അത് പറഞ്ഞുകൊണ്ടിരിക്കും. അത് പറയും, പാടും, എഴുതും, പഠിപ്പിക്കും. ഇതൊക്കെയാണ് മൗലിദാഘോഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇത് അന്നേ മുതൽക്ക് കൃത്യമായി ചെയ്തു വരുന്ന കാര്യമല്ലേ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന യളഉ ലിഹസ്സാന മിൻബറൻ ഫിൽ മസ്ജിദി യഖൂമു അലൈഹി ഖായിമാ വഹുവ യുനാഫിഹു യുഫാഖിറു അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പർ അനുവദിച്ചു കൊടുക്കുമായിരുന്നു ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്. യഖൂമു അലൈഹി ഖായിമാ, മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ആ മിമ്പറിന്റെ മുകളിൽ കയറി നിൽക്കും. യുഫാഖിറു അൻ റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫഖർ പറഞ്ഞുകൊണ്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് പാട്ടുപാടും. പള്ളിയിൽ നിന്നുകൊണ്ട് മിമ്പറിന്റെ മുകളിൽ കയറി നിന്ന് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പാട്ടുപാടുകയാ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഫഖർ പറഞ്ഞുകൊണ്ട് പാട്ടുപാടുകയാ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയുള്ള മഹാന്മാരായ സഹാബത്തൊക്കെ അങ്ങനെ കേട്ടിരിക്കുകയാ.
ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു ഇമാം തുർമിദിക്ക് റിപ്പോർട്ട് ചെയ്ത ആധികാരികമായി സ്ഥിരപ്പെട്ട ഹദീസിൽ അത് കാണാം. ഇതിൻ്റെ വിവിധങ്ങളായ റിപ്പോർട്ടുകൾ ബുഖാരിയിലും മുസ്ലിമിലും കാണാം. ഞാൻ ചോദിക്കട്ടെ, ഇമാം മുസ്ലിം തന്നെ വളരെ കൃത്യമായി ഹസ്സാൻ ഇബ്നു സാബിത്തിൻ്റെ വരികൾ തന്നെ, നീണ്ട വരികൾ തന്നെ കൊടുക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫഖർ പറഞ്ഞുകൊണ്ട്, മദ്ഹുകൾ, പ്രകീർത്തനങ്ങൾ പറഞ്ഞുകൊണ്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാട്ടുപാടിയ വരികൾ ഇമാം മുസ്ലിം സഹീഹിൽ ഉദ്ധരിക്കുന്നത് കാണാം. ഹജൗത മുഹമ്മദൻ ഫഅജബ്തു അൻഹു വഇൻദല്ലാഹി ഫീ ദാകൽ ജസാഉ. هجوت محمدا برا حنيفا رسول الله شيمته الوفاء فإن أبي ووالدتي وعرضي لعرض محمد منكم وقاء. അങ്ങനെ തുടങ്ങി നീണ്ട വരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫളായിലുകൾ, മദായിഹുകൾ പറഞ്ഞുകൊണ്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് പാടിയ വരികൾ, പദ്യങ്ങൾ ഇമാം മുസ്ലിം സഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. ആ പാട്ടങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദസ്സിലിരുന്നു കൊണ്ട് ഹസ്സാൻ ഇബ്നു സാബിത്തിന് വേണ്ടി ദുആ ചെയ്യുകയാ. അല്ലാഹുമ്മ അയ്യിദ് ഹസ്സാന ബിറൂഹിൽ ഖുദുസ് മാ നാഫഹ ഔ ഫാഖറ അൻ റസൂലില്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഫഖർ പറഞ്ഞുകൊണ്ട്, അവിടത്തെ ആക്ഷേപിക്കുന്നവർക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് പാട്ടുപാടി നടക്കുന്ന കാലത്തോളം ഹസ്സാൻ ഇബ്നു സാബിത്തിന് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ സഹായം നൽകണേ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഫഖർ പറഞ്ഞുകൊണ്ട് പാട്ടുപാടുന്നവർ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ മദ്ഹ് പറയുന്ന ആളുകൾ, അവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മഹാന്മാരായ നമ്മുടെ നേതാക്കൾ, നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ സാധാരണക്കാരായ പ്രവർത്തകർ, SKSSFിൻ്റെ പ്രവർത്തകർ, ഈ മൗലിദിന് വേണ്ടി പ്രവർത്തിച്ച് നടക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് സന്തോഷിക്കാം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദുആഇൻ്റെ ഒരു അംശം നമുക്കും ലഭിക്കും, തീർച്ചയാണ് ലഭിക്കും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ ഒരു ബർക്കത്ത് അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. ഞാൻ ചോദിക്കുകയാണ്, മൗലിദ് നിഷേധികളോട് ചോദിക്കട്ടെ, അള്ളാഹുവിൻ്റെ റസൂല് ചെയ്തിട്ടുണ്ടോ? സഹാബത്ത് ചെയ്തിട്ടുണ്ടോ? 3 നൂറ്റാണ്ടുകാർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ചോദിക്കട്ടെ. ഈ വിഷയം അടിസ്ഥാനപരമായി പല റിപ്പോർട്ടുകളിലും ബുഖാരിയിലും മുസ്ലിമിലുമുണ്ട്. വിശദമായി ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, ഇമാം തുർമിദിയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം മുസ്ലിം കൃത്യമായി ഹസ്സാൻ ഇബ്നു സാബിത്തിൻ്റെ പദ്യങ്ങൾ, നീണ്ട വരികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എവിടെ കൊണ്ടുപോയി വെച്ചു ഈ സുന്നത്ത് നിങ്ങൾ? എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു ഈ സുന്നത്ത് നിങ്ങൾ? നിങ്ങൾ മിമ്പറിൽ നിന്നുകൊണ്ട് അള്ളാഹിൻ്റെ റസൂലിനെ സംബന്ധിച്ച് വാചാലമായി പ്രസംഗിക്കുന്നുണ്ടോ എന്നല്ല ചോദിക്കുന്നത്. അതല്ല അവിടെ നടന്നിട്ടുള്ളത്. ഹസ്സാൻ ഇബ്നു സാബിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറഞ്ഞുകൊണ്ട് പാട്ട് പാടുന്നു. സംഘടിപ്പിക്ക്, നിങ്ങൾ ഒരു സദസ്സ് സംഘടിപ്പിക്ക്. നിങ്ങളുടെ പള്ളിയിൽ അല്ലായിടത്ത് മറ്റൊരു സ്ഥലത്ത് ഒരു സ്റ്റേജ് സംഘടിപ്പിക്ക്. എന്നിട്ട് നിങ്ങളിൽപ്പെട്ട പാട്ട് പാടാൻ അറിയുന്ന ഒരുത്തനെ അതിൻ്റെ മുകളിൽ കയറ്റി നിർത്തി നിങ്ങളൊരു പാട്ട് പാട്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് അങ്ങനെയാണ് ഇവിടെ സ്ഥിരപ്പെട്ടിട്ടുള്ളത്. ഈ സുന്നത്ത് ഇതേ പ്രകാരം നിലനിർത്താൻ എന്തേ നിങ്ങൾക്ക് സാധിക്കാതെ പോയത്? എവിടെ കൊണ്ടുപോയി വെച്ചു അത്? അതിന് ഞങ്ങളിവിടെ സമസ്തക്കാർ വേണം. ആ സുന്നത്ത് ഇവിടെ മുറുകെ പിടിക്കുന്നവർ ഞങ്ങളാണ്. അത് കൃത്യമായി കൊണ്ടു നടക്കുന്നവർ ഞങ്ങളാണ്. ഇതിനെ ഒരു പാട്ട് പാടി ഒരു പരിപാടി സംഘടിപ്പിക്ക്, എന്നിട്ട് ഒരു ക്ലിപ്പ് ഉണ്ടാക്കി പുറത്ത് വിട്, ഞങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യട്ടെ. എവിടെ കൊണ്ടുപോയി വെച്ചു ഈ സുന്നത്ത്? കഴിഞ്ഞില്ല സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷവും ഇത് ഇപ്രകാരം സഹാബത്ത് നിലനിർത്തി. മർറ ഉമറു ഫിൽ മസ്ജിദി, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടം, ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പള്ളിയിലേക്ക് കടന്നു വന്നു. വഹസ്സാനു യുൻഷിദു, ഹസ്സാൻ റളിയല്ലാഹു തആല പള്ളിയിലിരുന്നു കൊണ്ട് പാട്ട് പാടുകയാണ്. മദീനത്തെ പള്ളിയിലിരുന്നു കൊണ്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പാട്ട് പാടുകയാണ്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾക്കറിയാലോ, പള്ളിയിലിരുന്ന് പാട്ട് പാടുന്നത് കണ്ടപ്പോൾ ഒന്ന് ഗൗരവത്തോടെ നോക്കി. എന്താണ് പാട്ടെന്നറിയില്ലല്ലോ. ഈ നോട്ടം കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലാക്കിയ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു
പറഞ്ഞു, വകുന്തു ഉൻഷിദു ഫീഹി വഫീഹി മൻ ഹുവ ഖൈറും മിൻക്. ഉമർ എന്നവരെ ദേഷ്യപ്പെടണ്ട, ഞാൻ ഈ പള്ളിയിൽ ഇരുന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ ഈ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഞാൻ മുമ്പും ഈ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. ഏതാ പാട്ട്? നേരത്തെ പറഞ്ഞ പാട്ടുകൾ തന്നെ. ആ പാട്ട് തന്നെയാണ് ഇപ്പോഴും ഞാൻ പാടുന്നത്. അതുകൊണ്ട് ദേഷ്യപ്പെടണ്ട. ഇത് ബുഖാരിയും മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മറ്റൊരു റിപ്പോർട്ട് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ആ റിപ്പോർട്ടിൽ കാണാം, ഫീ ഹൽഖത്തിൻ ഫീഹിം അബൂ ഹുറൈറ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ഈ ഹസ്സാൻ ഇബ്നു സാബിത്ത് പാട്ട് പാടുന്നത് എവിടെ ഇരുന്നിട്ട്? ആ പള്ളിയിൽ ഇരുന്നിട്ട്. ആ പള്ളിയിൽ എന്താ ഉണ്ടായിരുന്നത്? ഒറ്റയ്ക്കിരുന്ന് പാട്ട് പാടുമൊന്നുമല്ല. ഫീ ഹൽഖത്തിൻ ഫീഹിം അബൂ ഹുറൈറ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പോലെയുള്ള വിശിഷ്ടാതിഥികളൊക്കെ പങ്കെടുത്തിട്ടുള്ള മൗലിദിൻ്റെ സദസ്സ്. ഹൽക്ക എന്ന് പറഞ്ഞാൽ അറിയില്ലേ? നമ്മൾ ദിക്ർ ഹൽക്ക ഉണ്ടല്ലോ. ആ മൗലിദിൻ്റെ ഹൽക്ക. മൗലിദിൻ്റെ ഹൽക്ക സദസ്സ് എവിടെ? എവിടെ? മദീനത്തെ പള്ളിയിൽ. ആരാ ഹൽക്കക്ക് നേതൃത്വം കൊടുക്കുന്നത്? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ആരാ വിശിഷ്ടാതിഥി? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. കൂട്ടരെ, ഇത് മുസ്ലിമാണ്, സഹീഹ് മുസ്ലിമാണ്. ആ പാട്ടങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു, അൻഷുദുക ബില്ലാഹ്. അബൂ ഹുറൈറ തങ്ങളെ, ഞാൻ നിങ്ങളോട് അള്ളാഹുവിനെ മുൻനിർത്തി ചോദിക്കട്ടെ. ഞാൻ മുൻപും അള്ളാഹിൻ്റെ റസൂലിൻ്റെ മദ്ഹുകൾ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്ന് പാട്ട് പാടുകയും ആ പാട്ട് കേൾക്കുമ്പോൾ അല്ലാഹുമ്മ അയ്യിദ് ഹസ്സാന ബിറൂഹിൽ ഖുദുസ്, ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ സഹായം നൽകണേ എന്ന് എനിക്ക് വേണ്ടി റസൂലുള്ളാഹി ദുആ ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഖാല നഅം, ഉണ്ട് ഉണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ശരിവെക്കുന്നു. ഇത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മറ്റു പലരും ഉദ്ധരിച്ചത് കാണാം. സംഘടിപ്പിക്ക്, നിങ്ങൾ പള്ളിയിൽ ഇരുന്നു കൊണ്ട് മൗലിദിൻ്റെ സദസ്സ് സംഘടിപ്പിക്ക്. ഖുർആൻ സുന്നത്ത് സ്ഥിരപ്പെട്ടെങ്കിൽ, മഹാന്മാരായ സഹാബത്തിൻ്റെ പ്രവൃത്തിയിൽ വളരെ കൃത്യമായി സ്ഥിരപ്പെട്ട കാര്യമാണിത്. 3 നൂറ്റാണ്ടുകാർ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, ഉണ്ട്. ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. ഈ പറഞ്ഞ കാര്യം ഇപ്രകാരം ഒന്ന് സംഘടിപ്പിക്ക്. നിർത്തണോലേ? ഈ പറഞ്ഞ കാര്യം ഇപ്രകാരം ഒന്ന് സംഘടിപ്പിക്ക്. ഞങ്ങൾ പ്രസംഗിക്കാറുണ്ടോ എന്നല്ല ചോദിച്ചത്, നിങ്ങൾ എഴുതാറുണ്ടോ എന്നല്ല ചോദിക്കുന്നത്. പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പാടിപ്പറയുന്ന ഒരു ഹൽക്ക, ഒരു സദസ്സ് ഒന്ന് സംഘടിപ്പിച്ച് സഹീഹ് മുസ്ലിമിൽ സ്ഥിരപ്പെട്ട ഈ സുന്നത്ത്, ബുഖാരിയിൽ സ്ഥിരപ്പെട്ട ഈ സുന്നത്ത് ഒന്ന് മുറുക്കി പിടിക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം. ആരെ പേടിച്ചാ നിങ്ങളിതൊക്കെ ഒളിപ്പിച്ചു വെക്കുന്നത്? ആർക്ക് പണിയെടുക്കാനാ നിങ്ങൾ ഈ ഒളിപ്പിച്ചു വെക്കുന്നത്? എന്തേ അതിങ്ങോട്ട് നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നത്? ഞങ്ങളൊക്കെ ഒന്ന് കാണട്ടെ ആ സദസ്സ്. മൗലിദിൻ്റെ സദസ്സ് നടക്കുന്നത് നമ്മളൊക്കെ ഒന്ന് കാണട്ടെ. കഴിയില്ല നിങ്ങൾക്ക്, കഴിയില്ല നിങ്ങൾക്ക്. അതെങ്ങാനും സംഘടിപ്പിച്ചാൽ നിങ്ങളുടെ അടിത്തറ ഒലിച്ചു പോകും. അല്ലെങ്കിൽ തന്നെ തൗഹീദിൽ കിടന്നിട്ട് തലകുത്തി മറിയാണ്. എന്താണ് തൗഹീദ് എന്ന് ഇപ്പോഴും പിടുത്തം കിട്ടിയിട്ടില്ല. അതിന് മറുപടി പറഞ്ഞ് അനുയായികളുടെ മുന്നിൽ മറുപടി പറഞ്ഞ് കുഴങ്ങിയിരിക്കുക. ഇനിയിപ്പോൾ മൗലിദിൻ്റെ സദസ്സും കൂടി സംഘടിപ്പിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? പാർട്ടി എട്ടൊന്നാവൂല, അതിനേക്കാളൊക്കെ അപ്പുറമായി പൊട്ടും. പക്ഷേ ഞങ്ങളത് കൃത്യമായി കൊണ്ട് നടക്കുന്നവരാണ്. ഇങ്ങനെ എത്ര വേണം? സമയത്തിൻ്റെ പരിമിതിയുണ്ട്. എത്ര വേണം? ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഹൈസം ഇബ്നു സിനാൻ പറയുന്നു, വഹുവ യദ്കുറു ഫീ ഖസസിഹി വഹുവ യഖുസ്സു ഫീ ഖസസിഹി വഹുവ യദ്കുറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അനുസ്മരണ പ്രസംഗം നടത്തുന്നു. യദ്കുറു റസൂലുള്ളാഹി, റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് അനുസ്മരണ പ്രസംഗം, യഖുസ്സു ഫീ ഖസസിഹി, തങ്ങളുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ അനുസ്മരണ പ്രസംഗം നടത്തുന്നു. ആ പ്രസംഗത്തിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ,
ഹസ്സാൻ ഇബ്നു സാബിത്തിനെ പോലെ തങ്ങളുടെ റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹുകൾ പാടി പറയുന്ന കവിയായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു റവാഹത്തിന്റെ വരികൾ, പദ്യങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് ആര് പ്രസംഗിക്കുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. ഇന്നാ ഖല്ലക്കും ലാ യഖൂലു റഫസ്. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ പറഞ്ഞതൊക്കെയും കൃത്യമാണ്. വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദൻ ശക്ക മഅറൂഫുൻ മിനൽ ഫജ്രി സാതിഉ അറാനൽ ഹുദാ ബഅദൽ അമാ ഫഖുലൂബുനാ ബിഹി മൂഖിനാത്തുൻ അന്നമാ ഖാല വാഖിഉ യബീതു യുജാഫി ജംബഹു അൻ യമീനിഹി ഇദസ്തസ്ഖലത് ബിൽ മുശ്രികീനൽ മളാജിഉ. അങ്ങനെ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് പാടിയ വരികൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് അബൂ ഹുറൈറ പിൽക്കാലത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നു. നമ്മുടെ പണ്ഡിതന്മാർ ഇമാം ബൂസീരിയുടെ കവിതകൾ എടുത്തുകൊണ്ട് പ്രസംഗിക്കാറില്ലേ? മാതൃക ഞങ്ങൾക്ക് സഹാബത്താണ്. ഒന്ന് ചെയ്തു കാണിച്ചുകൊണ്ടാണ്. നിങ്ങൾ ഇതൊന്നും പൂഴ്ത്തി വെക്കാനുള്ളതല്ല. ഇതൊക്കെ ഒന്ന് മുറുകെ പിടിച്ച് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം. എത്ര വേണം? ഇനി എത്ര വേണം? അതുകൊണ്ട് ഒരു കാര്യം നാം പറയാം. സമയത്തിൻ്റെ പരിമിതി കാരണം എനിക്ക് കൂടുതൽ വിഷയങ്ങളിലേക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇതൊക്കെയും വളരെ കൃത്യമായി നമുക്ക് ബോധ്യമുള്ള വസ്തുതകളാണ്. ഈ കാര്യങ്ങൾ, ഈ അടിസ്ഥാനങ്ങൾ റബീഉൽ അവ്വൽ മാസം പിറക്കുന്നതോടുകൂടി നിർവീര്യമാകുമെന്ന് പറയുന്നവർ, ഈ അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിൽ പ്രവർത്തിച്ചാൽ ബിദ്അത്താണെന്ന് പറയുന്നവർ അവരുടെ സ്വന്തം പോക്കറ്റിൽ നിന്നുണ്ടാക്കിയ അടിസ്ഥാനങ്ങളാണ്. അത് ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ബാധകമല്ല. മുസ്ലിം ലോകം അംഗീകരിച്ചു വരുന്ന അടിസ്ഥാന ഉസൂലിൻ്റെ നിയമങ്ങൾ പ്രകാരം ഇതിനെ ഏതെങ്കിലും ഒന്നിനെ ബിദ്അത്തായി കാണിക്കാൻ, ചൂണ്ടിക്കാണിക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ നാം അതിനെ സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, നാം ചെയ്തു വരുന്ന സർവ്വ കാര്യങ്ങളും അടിസ്ഥാനപരമായി കൃത്യമായി സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ്. ഒരൊറ്റ കാര്യം പോലും നമ്മുടെ വകയായി, സ്വന്തമായി, ബിദ്അത്തായി, അടിസ്ഥാനമില്ലാത്തതായി നാം ഇവിടെ പ്രവർത്തിക്കുന്നില്ല. അതൊക്കെയും കൃത്യമായി സ്ഥിരപ്പെട്ട കാര്യങ്ങളാണെന്ന് നാം മനസ്സിലാക്കുക. വിശദമായി പറയേണ്ട വിഷയമാണ്. വളരെ വിശദമായി ആഴത്തിലിറങ്ങി നാം പഠിക്കേണ്ട കാര്യങ്ങളുമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ നിലക്ക് മനസ്സിലാക്കാനും പറയാനുമുണ്ട്. മറ്റൊരവസരത്തിലാവാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ പരിപാടി ഏറ്റവും വിജയകരമായി അല്ലാഹു തആല അത് കബൂലാക്കി തരുമാറാവട്ടെ. അതിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെയും അല്ലാഹു തആല നിറവേറ്റി തരുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് നേടാൻ ഈ ഒരു സംരംഭം അല്ലാഹു നമുക്ക് കാരണമാക്കി തരുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.